സനു സനു ഡോക്ടർ വന്നിട്ടുണ്ട്. സനു കൈമാറ്റ്. സനു കൈമാറ്റ്. കൈമാറ്റ് പ്ലീസ്. What did she apply on her face? Yeah, just 1 minute. I used a face pack, that's it. Ma'am. This is not even approved by WHO. There isn't even a proper expiry date printed on it. It was a mistake. We realize that. Please do something. I'll give you medicines to subside. I'll give you medicines for allergy. It may take some time. And I would suggest don't involve in any physical intimacy till she's okay. ശ്രീ, ഇത് എപ്പോഴാ ശരിയാവാ? Doctor, for how long it would last? There's nothing to worry. It's just an allergic reaction, but it may take a couple of days to subside, okay? Take care. Oh, it's my pleasure. Okay. ഡോക്ടർ പറഞ്ഞ നീ കേട്ടില്ലേ? പേടിക്കാനൊന്നുമില്ല. 2 ദിവസത്തിനുള്ളിൽ ശരിയാവത്രേ. എന്നാലും എല്ലാവരും വേദനിപ്പിച്ച് നിന്നെ അടർത്തെടുത്തോണ്ട് പോന്നിട്ട് നമ്മുടെ ഹണിമൂൺ ഇങ്ങനെയായി പോയല്ലോ ശ്രീ. ഏയ് സനു, എല്ലാം എന്റെ തെറ്റ് തന്നെ. ഐ ആം സോറി ശ്രീ. ഏയ് നീ ഇപ്പൊ വല്ലാതെ സ്ട്രെസ്ഡ് ഔട്ടാണ്. ഒന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഒക്കെ ശരിയാവും. ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരാം. ഈ കല്യാണം നടത്തിപ്പില് ചില പാളിച്ചകളൊക്കെ ഉണ്ടായി പോയെങ്കിലും അതൊന്നും അനുരാധ മനസ്സിൽ വെക്കരുത്. Hey. അങ്ങോട്ടും നോക്കിയേ. ഇന്നലെ വരെ കീരും പാമ്പുമായിരുന്ന 2 പേരാ. ബന്ധുക്കളായതോടെ എല്ലാ വഴക്കും മറന്ന് അവരങ്ങ് ഒന്നായി. പിന്നെ എനിക്ക് ഇന്ദിരയോടൊരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. ഏറ്റവും ഇളയതായതിന്റെ പേരിൽ സാനിയെ ഞങ്ങള് ഒരുപാട് കൊഞ്ചിച്ച് ലാളിച്ചോ വളർത്തിയത്. അതിന്റെ ചില പ്രശ്നങ്ങള് അവളുടെ സ്വഭാവത്തിൽ വന്നുപോയിട്ടുണ്ട്. വാശി ഇത്തിരി കൂടുതലാ. നിസ്സാര കാര്യങ്ങൾ മതി അവൾക്ക് ദേഷ്യം വരാൻ. അതൊക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതൊക്കെ എന്തിനാ ഇപ്പൊ പറയണേ? അല്ല, അത് പിന്നെ ഇനി അങ്ങോട്ട് അവള് നിങ്ങളുടെ വീട്ടിൽ കഴിയേണ്ട കുട്ടിയല്ലേ. അവളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതൊക്കെ നിങ്ങളൊക്കെ ചേർന്ന് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോണം. ഇന്ദിരയ്ക്ക് അറിയാലോ, പുതിയ തലമുറയിലെ കുട്ടികളാ. അവര് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറല്ല. നമ്മൾ വേണം അവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. സാനി എനിക്ക് മരുമോളല്ല, എന്റെ മോള് തന്നെയാ. അവളെ ഞാൻ അങ്ങനെ നോക്കിക്കോളാം. പിന്നെ ഞങ്ങളുടെ ഭാഗത്തൊന്നും അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞു തന്നെ ഞങ്ങൾ പെരുമാറിക്കോളാം. പോരെ? പിന്നെ
എനിക്ക് നിങ്ങളോടും ഒരു അപേക്ഷയുണ്ട്. സുമിയായിരുന്നു ഞങ്ങളുടെ വീടിന്റെ നെടുന്തൂണ്. ഞങ്ങളുടേതുപോലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോയത് അവൾ ഒറ്റ ഒരാളാ. ഒരു മകളുടെ ഉത്തരവാദിത്തങ്ങളല്ല അവൾ നിറവേറ്റിയത്. ഒരു മകൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നും എപ്പോഴും സ്വന്തം കാര്യങ്ങൾ സ്വയം തീരുമാനമെടുത്ത അവൾക്ക് ശീലം. സ്വന്തം അഭിപ്രായങ്ങൾ അനുസരിച്ചേ അവൾ എന്തും ചെയ്തിട്ടുള്ളൂ. അതൊന്നും ഒരിക്കലും തെറ്റായിരുന്നില്ല താനും. അങ്ങനെയുള്ള അവൾക്ക് ഈ പുതിയ ജീവിതത്തിനോട് എത്ര പെട്ടെന്ന് പൊരുത്തപ്പെടാനാവുന്ന എനിക്കറിയില്ല. എന്തെങ്കിലും കാര്യം കൊണ്ട് അവളെ നിർബന്ധം കാണിക്കുകയോ സ്വയം തീരുമാനം എടുക്കുകയോ ചെയ്താൽ അത് പൊറുക്കണം. എന്റെ മോളെ തിരുത്തണം. വേണ്ടി വന്ന ശകാരിക്കാനും മടിക്കണ്ട. എന്താ ഇന്നലെ എങ്ങനെയൊക്കെ പറയുന്നത്? ഇഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്ക് അവിടെ ഉണ്ടാവും. അവള് ഞങ്ങളുടെ ഗിരിയുടെ ഭാര്യയല്ലേ. ഇന്നത്തോടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞില്ലേ അവള്? ഇപ്പോഴാ എനിക്കൊന്ന് സമാധാനമായത്. സുമിത ഒരു ദാരിദ്ര്യവാസി ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. ആ ദാരിദ്ര്യ പശുവിനെ ഞങ്ങളുടെ വീട്ടിലെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയാൽ പിന്നെ അതോടെ തീർന്നു എല്ലാം. ആ നശിച്ച ഫേസ് പാക്ക് എനിക്ക് എപ്പോഴാണോ വാങ്ങാൻ തോന്നിയത്? അതിന്റെ എക്സ്പയറി ഡേറ്റ് പോലും നോക്കാതെ വാങ്ങിയ ഞാൻ എന്തൊരു മണ്ടിയാ. സനു പോട്ടെ. വില കൂടിയതുകൊണ്ട് മാത്രം ഒരു പ്രോഡക്റ്റ് നന്നാവണമെന്നില്ല എന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട. എല്ലാം വേഗം ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞല്ലോ. ടാബ്ലറ്റും കഴിച്ച് ശരിക്കും ഒന്ന് റെസ്റ്റ് എടുക്ക. ഒക്കെ മാറൂന്നേ. ഇപ്പൊ തന്നെ നല്ല മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സത്യാണോ? എല്ലാവരോടും വഴക്കുണ്ടാക്കി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത് വെറുതെ ആയി പോയല്ലോ ശ്രീ. ഗിരിയേട്ടന്റെ കല്യാണത്തിൽ പങ്കെടുത്തിട്ട് വന്നാ മതിയായിരുന്നു. ഇനി അതോർത്ത് നീ വിഷമിക്കണ്ട. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പോട്ടെ. മരുന്ന് കഴിച്ചിട്ട് നീ വിശ്രമിക്കാൻ നോക്ക്. ശ്രീ, ഞാൻ കാരണം ഹണിമൂൺ നാശായി പോയി അല്ലേ ശ്രീ? ജീവിതാവസാനം വരെ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ നമ്മള്. ഇനി എത്ര എത്ര യാത്രകളും ഹണിമൂണും ഒക്കെ നമ്മുടെ മുന്നിൽ കിടക്കുന്നു. ഞാൻ പോയി ടാബ്ലറ്റ്സ് മേടിച്ചിട്ട് വരാം. ഒരു പച്ചാളം. അവനെ കണ്ടാൽ അറിയാം ലോകം ഉടായ്പാണെന്ന്. ഈ രാമച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി അവന്റെ കാര്യം. സാർമരെ, ഈ പച്ചാളത്തിന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം ഓക്കെ ചെയ്തില്ലേ? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഹാപ്പി അല്ലേ? നമുക്ക് രണ്ടെണ്ണം അടിച്ചാലാ? രണ്ടെണ്ണം അല്ലടാ, 3 ഞാൻ വെച്ചുതരാം. ഈടാ ഓഡിറ്റോറിയത്തിൽ കറണ്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകരുന്നത് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ? എന്നിട്ട് നീ ജനറേറ്റർ എടുത്ത് ഉണ്ടാക്കിയില്ലേ? അത് പിന്നെ സാറേ, AC വർക്ക് ചെയ്യിപ്പിക്കുന്നത് മാത്രമല്ല പറഞ്ഞുള്ളൂ, അത് ഞാൻ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ AC ഓഫ് ചെയ്തതിന്റെ പേരിൽ നമ്മൾ ഉദ്ദേശിച്ച ഇമ്പാക്ട് ഉണ്ടായില്ലല്ലോ. അത് പിന്നെ നശിച്ച മഴ പെയ്തിട്ടല്ലേ? സ്മോൾ ഇവിടെ ഊർ അവിടെ. നിന്നോട് ആരാടാ പറഞ്ഞ ജനറേറ്റർ ഓൺ ചെയ്യാൻ? എന്റെ പൊന്നു സാറുമാരെ, AC ഇല്ലാത്തതിന്റെ പേര് കല്യാണം തന്നെ മുടങ്ങി പോകേണ്ട അവസ്ഥ വന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പിന്നെ ഈ പെണ്ണിന്റെ തന്ത ചന്ദ്ര സാറിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. അങ്ങേര് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റിയില്ല. സോറി, ക്ഷമിക്ക്. വിട്ടോ. അല്ല, സാർമാര് പറഞ്ഞ പൈസ കാശ് പറ. കൊണ്ട് തിന്നി മതിയടാ, നീ എന്നെ എണ്ണം പഠിക്കുകയാണ്. അല്ല, ഇത് പറഞ്ഞതിലും 2000 കുറവാണല്ലോ. ഇവിടെ ചൂടും കുറവായിരുന്നു. ഞങ്ങൾ ഏൽപ്പിച്ച ജോലിയൊന്നും നീ കൃത്യമായിട്ട് ചെയ്തില്ലല്ലോ. അതിന് ഇതൊക്കെ മതി. ഞാൻ സാധാരണ ഇതേപോലെ തന്തയില്ലാത്തരത്തിന് കൂട്ടിക്കുന്ന ആളല്ല.
പിന്നെ നിങ്ങൾ ഇത്രയും വലിയ തുക തരാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു തന്തയില്ല അഴി അങ്ങ് ചെയ്തു അല്ലേ? സാറുമാരെ തമാശയൊക്കെ മതി. അല്ലെങ്കിലേ ആ സ്റ്റേജിലിരിക്കുന്ന തടീനുണ്ടല്ല നിങ്ങളുടെ ചെക്കൻ, അവനോട് ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. മനസ്സിലായ? നീ ആരോടും ഒന്നും പറയില്ല. ഇല്ല ഇല്ല. അയ്യോ അങ്ങനെ പറയല്ലടാ. നീ ആ തടിയനോട് എല്ലാം പോയി പറയടാ പ്ലീസ്. ഇല്ല ഇല്ലെന്ന്. എത്രയാ പറഞ്ഞെന്ന് വെച്ചാ കൊടുത്തൊഴിവാക്ക് മാമ. താങ്ക് യു സാറുമാരെ, താങ്ക് യു. ഇനി ഇതേപോലത്തെ തന്തയില്ലാത്തരം അല്ല സോറി, ഇനി ഇതേപോലത്തെ കലാപരിപാടികളുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കണ്ട. മൈ ഫോൺ നമ്പർ ഈസ് വെച്ചോ, ആവശ്യം പറ്റാളത്തിനൊന്ന് വിളിക്കണേ. നമ്മുടെ ഫോൺ നമ്പർ കാശ് മേടിച്ചിട്ട് പണി തന്ന പരന്നറി. പോട്ടെ മാമ, വിട്ടുകള. എല്ലാരും ഇറങ്ങാറേ, വാ നമുക്ക് അങ്ങോട്ട് പോവാം. നീ ഒന്ന് പിടിച്ചേ. നീ എന്ത് ആലോചിച്ചൂട്ടുന്നത്? ഇടാ, എനിക്കറിയാൻ മേലെ എന്നിട്ട് ചോദിക്കുക. ഇന്ന് രാത്രി തന്നെ നമ്മൾ വീട്ടിൽ കയറിയ എന്താ കുഴപ്പം? ഓരോ ചടങ്ങിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. ഗൃഹപ്രവേശന കർമ്മം ഒരിക്കലും രാത്രി നടത്താൻ പാടില്ലത്ര. ഇടാ, പിന്നെ ഞാൻ എവിടെ പോണോന്നാ? നീ മാത്രമല്ല, നിനക്കും സുമിതയ്ക്കും ഇന്ന് രാത്രിക്ക് താമസിക്കാൻ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു റൂമോ? ഞങ്ങൾ 2 പേർക്കും 2 റൂം ബുക്ക് ചെയ്യായിരുന്നില്ലേ? ഞാൻ വല്ലതും വിളിച്ചു പറയട്ടോ. ഈ മാല നിന്റെ കാര്യത്തിൽ സുമിതട്ട ശേഷം അവൾ നിന്റെ ഭാര്യയും നീ അവളുടെ ഭർത്താവുക. സുമിതയുടെ അച്ഛൻ എന്ന നിലയില് ഞാൻ എന്റെ ചുമതലകള് ഭംഗിയായി നിർവഹിച്ചോ എന്ന് എനിക്കറിയില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയണ്ട. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് നടന്നത്. ഇപ്പോഴാണ് സമാധാനമായത്. ഇത്രയും നല്ലൊരു ഭർത്താവിനെ ആണല്ലോ എന്റെ മകൾക്ക് കിട്ടിയതെന്ന് ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്. അല്ല, എന്താ ഇത്? ഞങ്ങൾ തിരുവിതാംകൂറുകാരുടെ ഒരു രീതി അനുസരിച്ച് വിവാഹം കഴിച്ചു പോകുമ്പോ പെണ്ണിന്റെ അച്ഛൻ മരുമകൻ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുന്ന പതിവുണ്ട്. അയാളുടെ ഡയലോഗ് കേട്ടാത്തൊന്നും കൊച്ചി മെട്രോ ഇപ്പം ഗിരിക്കെഴുതി കൊടുക്കുന്നു. മാമ നിൽ, എന്താന്ന് നോക്കട്ടെ. ഇനിയിപ്പോ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ ആധാരമാണെങ്കിലും വലിയ വില കൂടിയ സമ്മാനങ്ങളൊന്നും വാങ്ങിത്തരാനുള്ള കഴിവ് എനിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതേറെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാനിത് മോനെ ഏൽപ്പിക്കുന്നത്. കുട്ടിക്കാലം മുതൽക്കുള്ള എന്റെ മകളുടെ ഓർമ്മകളാണിതിൽ. ഇയാളുടെ മോടെ കല്യാണം ഇപ്പൊ നടന്നത് നന്നായി. അല്ലെ ആൽബത്തിന് വന്ദേ ഭാരതത്തിന്റെ നീളമായിരുന്നേ. അമ്മാവാ, ചെക്കനും പെണ്ണിനും ഇറങ്ങാനുള്ള നേരെ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ശരി മോളെ, ആ ഓക്കെ. ഞാൻ അവരെ ഒന്ന് നോക്കിയിട്ട് വരാം. എടാ പാവം മനുഷ്യൻ അല്ലടാ. അതെടാ. സീരിയൽ തോറ്റുപോകും ഇവിടുത്തെ ഓരോ നാടകങ്ങൾ കണ്ടാൽ. ഞാൻ 2 അടിക്കാൻ പോവാ, നീ വരണ്ട.
നീ ഇവിടെ നിൽക്കായിരുന്നോ? ഏയ്, നീ കരയുവാണോ? എന്റെ ഇന്നലെ നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? ചന്ദ്രേട്ടാ, നമ്മുടെ മോള് ഒരു ഘട്ടം കഴിഞ്ഞാൽ എല്ലാ പെൺമക്കൾക്കും അവരുടെ മാതാപിതാക്കളെ വിട്ടു പോകേണ്ടി വരും. അത് നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. സുബിയില്ലാതെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് കയറുന്ന കാര്യം എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല ചന്ദ്രേട്ടാ. നീ ഇങ്ങനെ കരഞ്ഞ് കണ്ണീര് മുഴുവൻ പറ്റിക്കാതെ. ദേ, നന്ദുവിനെ കെട്ടിച്ചു വിടുമ്പോ കരയാൻ ഇത്തിരി ബാക്കി വേണ്ടേ? വാ, ഗിരിയും സുമിയും ഒക്കെ നമ്മളെ കാത്തിരിക്കുക യാത്ര പറഞ്ഞിറങ്ങാൻ. വന്ന് സന്തോഷമായിട്ട് അവരെ യാത്രയാക്കുക. വാ. കരയുന്ന അമ്മയെ കാണാൻ ഒരു ഭംഗിയില്ല. ശരിക്കും ഒരു 10 വയസ്സ് കൂടിയ പോലുണ്ട്. അമ്മേ, ഞാനൊരു കാര്യം പറയാമേ. ഇനി അമ്മ ഇങ്ങനെ കരഞ്ഞാലേ സത്യമായിട്ടും അമ്മയുടെ മുഖത്ത് ചുളു വീഴും. ഇനി മുതൽ അച്ഛൻ എന്ത് അത്യാവശ്യം വന്നാലും ഈ ചേച്ചിയെ വിളിക്കാൻ മറക്കരുത്. പിങ്ക് ബ്രേസ്ലെറ്റോ ബ്രാൻഡഡ് കോസ്മെറ്റിക്സോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഒളി ചേച്ചിയോട് പറഞ്ഞാൽ മതി. എന്റെ കല്യാണേ ഇത്രയും നന്നാവാൻ കാരണം അമ്മമ്മ വന്നുകൊണ്ട് മാത്രം. ഇനി നന്ദുന്റെ കല്യാണോ അമ്മമ്മ ഇതുപോലെ വന്ന് നടത്തി തരണം. സന്തോഷത്തിന് നിമിഷങ്ങളെ കണ്ണീരോട് നനയ്ക്കരുതെന്ന് അച്ഛനല്ലേ എന്നെ ഉപദേശിക്കാറുള്ളത്. എന്നിട്ട് അച്ഛൻ തന്നെ നിന്ന് കരയാണോ അച്ഛാ? നീ സന്തോഷമായിട്ടിരിക്കണം. അച്ഛൻ അത്രേ വേണ്ടു. ഏത് വെല്ലുവിളിയും നേരിടാൻ എന്നെ പഠിപ്പിച്ച അച്ഛനാണ്. അച്ഛന്റെ മോള് എവിടെ പോയാലും സന്തോഷമായിട്ട് ജീവിക്കും.